ഹായ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുളിങ്കറി അല്ലെങ്കിൽ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളി എടുക്കുക, അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് പുളി നന്നായിട്ട് കുതിർന്നിട്ടാണ് കുറച്ചൊരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും പുളി നന്നായിട്ട് കുതിരും. നമുക്ക് ഈ പുളീൻ്റെ സത്താണ് വേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെറിയ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം. ഇതൊക്കെ നന്നായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഓക്കെ. പിന്നെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ചട്ടിയിലാണിത് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ചട്ടി എടുക്കുന്നു. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നു. അത് പുളിയിലെ എല്ലാ സത്തും നമുക്ക് കിട്ടണം. അതിനു വേണ്ടി നമ്മൾ കംപ്ലീറ്റ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പുളി. ഈ പുളിവെള്ളമാണ് നമ്മളുടെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ആ പുളീൻ്റെ സത്ത് നമുക്ക് അതിൽ കിട്ടിയിരിക്കണം. എന്നിട്ട് ഇത് പുളി പിഴിഞ്ഞ് നമ്മൾ ചട്ടിയിലേക്ക് ആ വെള്ളം മാത്രം എടുക്കുക. അതിൻ്റെ ആ ഒരു പുളി കംപ്ലീറ്റ് ആയിട്ട് അതിൽ വീഴരുത്. വെള്ളം മാത്രം എടുക്കുക, പുളി വെള്ളം മാത്രം. എന്നിട്ട് ഈ പുളി ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അതിൽ സത്ത് മുഴുവൻ എടുക്കാം. അപ്പോഴേ നമുക്ക് ആ ഒരു പുളിങ്കറിയിൽ കറി ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറവായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം പുളി എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം വെള്ളം ഒഴിക്കുക, നന്നായിട്ട് പുളി പിഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തെല്ലാം കൊടുക്കുക. അപ്പം നന്നായിട്ട് വരും. ഇനി നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച എല്ലാതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓണാക്കി കൊടുക്കുക. നന്നായിട്ട് സ്റ്റവ് ഓണാക്കി കൊടുക്കുക. ഇനി ബാക്കിയും പുളിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിഴിഞ്ഞിട്ട് അതിലേക്ക് വെക്കാം. നമുക്കൊരു മീഡിയം ടു ഹൈയിലേക്ക് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരും. നന്നായിട്ട് തിളയ്ക്കണം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇനി ശർക്കര ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അതാണ് മധുരത്തിന്. പുളിവെള്ളം നല്ല തിക്കായിട്ട് വരും, നല്ല തിക്കാവണം. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് 4 ശർക്കരയാണ്. ആദ്യം 3 ഇട്ടു, പിന്നെ അത് കുറഞ്ഞൊന്ന് വിചാരിച്ചപ്പോൾ 1 കൂടെ ഇട്ടു. മധുരം അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അത് അടിയൊന്നും പിടിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് അരി, നമ്മുടെ ചോറിനുള്ള അരിയില്ലേ, അരി കുറച്ചെടുത്തിട്ട് അരി വറക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. എന്നാലേ അതിൻ്റെ ഒരു തിക്നെസ് കംപ്ലീറ്റ് ആവുള്ളൂ. ആദ്യം നമ്മൾ അരി എടുക്കുക. അരി നന്നായിട്ട് വറക്കുക. അരി ഇങ്ങനെ വറുത്തിട്ട് പൊട്ടി വരണം. പൊരി പോലെ ആവല്ലേ, ഓൾമോസ്റ്റ് അങ്ങനെ. എന്നിട്ട് ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അരി നല്ലോണം മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചിലതൊക്കെ അരിയൊക്കെ മൊരിഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. കംപ്ലീറ്റ് എല്ലാ അരിയും അങ്ങനെ മാറിയതിന് ശേഷം മാത്രം അത് മാറ്റിയിട്ട് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എള്ളാണ്, കറുത്ത എള്ള കേട്ടോ. അപ്പം നമ്മളുടെ അരിയൊക്കെ ഇത് ഇവിടെ പൊട്ടി വന്ന് തുടങ്ങി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അരിയൊക്കെ പൊട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് അരിയൊക്കെ ഒന്ന് അരി നല്ലോണം പൊട്ടി വരണം. നമ്മൾ നന്നായിട്ടൊന്ന് അരിയൊക്കെ നല്ലോണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളുടെ അരിയൊക്കെ കണ്ടോ ചേഞ്ചായി വന്നു തുടങ്ങി. പിന്നെ നമുക്ക് ഓണമൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പം ഓണം നമ്മുടെ സദ്യയിലൊക്കെ മെയിൻ ഒരു വിഭവം തന്നെയാണ് പുളിങ്കറി. ഞങ്ങൾ കോഴിക്കോട് ആണ് സ്ഥലം. അപ്പം ഇവിടെയൊക്കെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് പുളിങ്കറി, പുളിയിഞ്ചി എന്നൊക്കെ പറയും. പല സ്ഥലത്തും പല പേരാണ്. ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല തിക്കായിട്ടായിരിക്കും. ചില സ്ഥലത്ത് തിന്നായിട്ട് ഭയങ്കര കട്ടി കുറഞ്ഞിട്ട് വെള്ളം പോലെയൊക്കെയാണ് ചിലയിടത്ത് ഉണ്ടാക്കാറ്. ഇവിടെ തിക്കായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മളുടെ അരി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് എള്ളാണ് കേട്ടോ. കംപ്ലീറ്റ് അരി കണ്ടോ, നല്ല വ്യത്യാസം വന്നില്ലേ. ഈ അരി കംപ്ലീറ്റ് ഇങ്ങനെ പൊരിഞ്ഞ് വരണം. അതാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഓക്കെ,
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളുടെ അരി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എള്ളാണ്. എള്ളൊന്ന് വാഷ് ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തത്. അപ്പം എന്നിട്ട് എള്ളും ഇതുപോലെ നല്ലോണം ഒന്ന് ചൂടാവണം. അപ്പോൾ എള്ളും നമ്മൾ നന്നായിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് വെള്ളമൊക്കെ കഴുകണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകാം, അല്ലെങ്കിൽ കഴുകണ്ട. നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്ത് അതിൽ വെള്ളമൊക്കെ പോക്കുന്നു. എന്നിട്ട് എള്ളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും. എള്ളൊന്ന് മുരിഞ്ഞ് വരണം. അതുവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കി. തീ ഭയങ്കരമായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഒരു മീഡിയത്തിലൊക്കെ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ വെള്ളമൊക്കെ പൊട്ടി വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് വേണം നൽകിടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ജീരകമാണ് ആഡ് ചെയ്യുന്നത്. ജീരകം പെരുംജീരകമാണ്, നല്ല ജീരകമല്ല കേട്ടോ, പെരുംജീരകമാണ് പുളിങ്കറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കുക. പിന്നെ അടുത്തത് കടുകാണ്. കടുകും ഇടുക. കടുക് പൊട്ടണം. അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല ചൂടായി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. എന്നാലേ നമുക്ക് പൊടിച്ചു കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലാണ്ടും അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതാക്കേണ്ടത്. കൂടെ നമ്മൾ കുരുമുളകും കൂടെ ആഡ് ചെയ്യണം. കുരുമുളകും അതിൽ ഇടുക. അതും നമുക്ക് പൊടിക്കാനുള്ളതാണ് ഗൈസ്. പിന്നെ അടുത്തത് കുറച്ച് ഉലുവയും നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാം കുറച്ച് മതി. അതായത് നിങ്ങൾ എത്ര അളവിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ആഡ് ചെയ്യാനും കാര്യങ്ങളും. ഓക്കെ, നന്നായിട്ട് ചൂടായിട്ട് പൊട്ടി വരുന്ന കണ്ടില്ല, അങ്ങനെ പൊട്ടി വരണം. ഇനി ഇതെന്താ ചെയ്യാം, പൊടിക്കുക ചെയ്യാം. വെച്ചത് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് മധുരമൊക്കെ പാകമാണോ നമ്മൾ ചെക്കും ചെയ്യണം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇനി ഇതിലേക്ക് വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാണ്. നന്നായിട്ട് ഫൈനായിട്ട് വരണം. അത് നമുക്ക് പൊടിച്ച് കിട്ടി. ഇനി അത് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം, കാരണം ഇത് പൊടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതുമായിട്ട് ലയിപ്പിച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പുളിങ്കറിയുടെ തിക്നെസ് ഇത് ആഡ് ചെയ്താലാണ് വരുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മളത് മാറ്റി വയ്ക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് പൊടിയൊക്കെ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുക. ഓണൊക്കെയുള്ള വരുന്നത്, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് ഗൈസ്. ഓണത്തിന്, വിഷുവിന്, സദ്യയ്ക്കും അല്ലാണ്ട് വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഷ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലഞ്ചിലേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, തിക്നെസ് തന്നെ മാറി, നല്ല തിക്കായിട്ടൊന്ന്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നല്ല തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഇതിപ്പോൾ തന്നെ തിളയ്ക്കാൻ തുടങ്ങി. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങി. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, നമ്മളത് ചെക്ക് ചെയ്യണം അടി പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരമൊക്കെ ഉണ്ടോ എന്നൊക്കെ. കുറവുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ആണി ശർക്കരയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടാറില്ല, ശർക്കരയാണ് അതിന് നല്ലത്. നമ്മളുടെ കൺസിസ്റ്റൻസി ഓക്കെ ആയെങ്കിൽ നന്നായിട്ട് തിള നന്നായിട്ട് വരും. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പിലയാണ് ഇതിന് മെയിൻ ഒരു ടേസ്റ്റ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനാവശ്യത്തിന് കരിവേപ്പില ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. കറിവേപ്പില വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, പ്രത്യേകിച്ച് പുളിങ്കറിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് വറവിടണം. വറവിടാൻ വേണ്ടി നമ്മളൊരു ചട്ടി എടുക്കുക.
പാൻ എടുക്കുന്നു. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, അതായത് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ. അപ്പം ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് വറവിടാൻ എല്ലാവർക്കും അറിയില്ല. വറവിടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ കിട്ടും കടുകാണ്. കടുകും വറ്റൽമുളകാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കരിയരുത്. തീ കുറച്ച് വേണം വയ്ക്കാൻ. ഹൈ ഫ്ലെയിമിലൊന്നും കൊണ്ട് വയ്ക്കേണ്ട, മീഡിയമൊക്കെ മതി. ഇത് നന്നായിട്ട് ഈ കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് വറ്റൽമുളകാണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പം കടുക് ഓൾമോസ്റ്റ് പൊട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറ്റൽമുളക് 1-2 നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ഇട്ടിട്ടുള്ളൂ, 1 നടുമുറിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെച്ച പുളിങ്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ അപ്പത്തരം നമ്മൾ സ്റ്റൗവിൽ നിന്നൊക്കെ ഇറക്കി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു വെളിച്ചെണ്ണയും അതിലേക്ക് വറവിട്ടതും കൂടെ ആയപ്പം സാധനം സെറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ പുളിങ്കറി ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.